ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീഡിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ അടുത്ത ദിവസം വരാമെന്ന്. പക്ഷേ കുറച്ച് തിരക്കിലായി പോയി കേട്ടോ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 2 ദിവസത്തെ ഗ്യാപ്പ് എടുത്തത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, റിയാക്ഷൻ വീഡിയോ ഇടുന്നവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ അതിന്റെ വിശദ വിവരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ഇത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൊത്തം 22 പാർട്ടുകളും അതേപോലെ തന്നെ എന്താ പറയാ 12 ഷെഡ്യൂളുകളും ഉണ്ട്. അപ്പൊ 22 പാർട്ടുകളും 12 ഷെഡ്യൂളുകളും. ഷെഡ്യൂളുകൾ ഇപ്പൊ തൽക്കാലം നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ 22 പാർട്ടില് ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ പാർട്ട് 3 ആണ്. പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് ആർട്ടിക്കിൾ 12 തൊട്ട് ആർട്ടിക്കിൾ ഐ തിങ്ക് ഒരു മിനിറ്റ്, ആർട്ടിക്കിൾ 12 തൊട്ട് ആർട്ടിക്കിൾ 35 വരെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 12, 13 ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതൊക്കെ കുറേ പറയാനുണ്ട്. നമുക്കിതിനകത്ത് ഏറ്റവും വേണ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. അതായത് ഇപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മുടെ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഫ്രീഡം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഞാൻ വിശദമായിട്ട് പറയാനൊന്നും നിൽക്കുന്നില്ല. വിശദമായിട്ട് പറയാൻ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് നമുക്ക് മെയിൻ ആയിട്ട് 3 ആർട്ടിക്കിൾ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 3 ആർട്ടിക്കിൾ വിശദമായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഞാൻ പറയണ ആർട്ടിക്കിൾ 14, ഇക്വാലിറ്റി ബിഫോർ ലോ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് ഞാൻ ഇതിൽ നോക്കി വായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വാക്കോ ഏതെങ്കിലും ഒരു ടേമോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നോക്കി വായിക്കുന്നത്. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ the state shall not deny to person equality before the law or the equal protection of the laws within the territory of India എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ പരിധിക്കുള്ളിൽ ഏതൊരു വ്യക്തിക്കും, ഈ വ്യക്തി എന്ന് പറയുന്നതിന് എന്താ പറയാ, വ്യക്തി എന്ന് പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഏതൊരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും നിഷേധിക്കാൻ സംസ്ഥാനത്തിന് സാധ്യമല്ല. അപ്പൊ ഇന്ത്യയുടെ പരിധിക്കുള്ളിൽ വരുന്ന ആർക്കും, അത് വിദേശിയായാലും സ്വദേശിയായാലും ആർക്കും. അപ്പൊ ഇതിനു മുമ്പില് ഇതിനകത്ത് 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്ന്, ഇക്വാലിറ്റി ബിഫോർ ലോ. ഇത് ഈ ഒരു സംഭവം ഇന്ത്യൻ നിയമ സംഹിതയിലേക്ക് വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് ലോയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മീനിങ്, ഇതിന്റെ വാസ്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതി, മതം, പദവി, പണം ഇതൊന്നും നോക്കാതെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. അതായത് പ്രധാനമന്ത്രി ആയാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ഓരോ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആയാലും സാധാരണക്കാരനായാലും ഒരു ഭിക്ഷക്കാരൻ എന്ന് പറയുന്നത് ഞാൻ താഴ്ത്തി പറയുകയല്ല, ഞാൻ പറയുവാണ്. കാരണം അവർക്ക് നിയമം അറിയില്ല എന്നൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷെ ഒരു ഭിക്ഷക്കാരനായാലും ആർക്കായാലും നിയമം ഒരുപോലെയാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. അതില് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്
ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, അതായത് നിയമങ്ങളുടെ തുല്യ സംരക്ഷണം എന്ന് പറയാം നമുക്ക്. ഈ ഒരു സംഭവം നമ്മൾ ഇന്ത്യൻ ഇതിലേക്ക് വന്നിട്ടുള്ളത് അമേരിക്കൻ ലോയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരേ സാഹചര്യത്തിലുള്ളവരോട് ഒരേപോലെ പെരുമാറണം, നിയമം, നമ്മളല്ല നിയമം. അതായത് വലിയ പദവിയിലുള്ള ഒരാള് ഒരു തെറ്റ് ചെയ്താലും ചെറിയ പദവിയിലുള്ള ഒരാള് തെറ്റ് ചെയ്താലും അത് രണ്ട് സിറ്റുവേഷൻ, സെയിം സിറ്റുവേഷൻ ആണ്, അത് ഒരുപോലെ ആയിരിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് കുറച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്തിനാണ് ഞാൻ ഇതിപ്പോ ഇവിടെ പറയുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മള് മലയാളത്തിൽ പറയുമ്പോൾ എന്താണ് സമന്മാരല്ല അല്ലെ, സമാനരായവരോട് സമാനമായിട്ടുള്ള രീതി, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് പറയണത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നിയമത്തിന് മുമ്പിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സിവിലിയൻസ്, ഇന്ത്യൻ സിവിലിയൻസ്, അതുപോലെ നമ്മൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളെയും പേഴ്സണായിട്ടാണ് ലോ പ്രകാരം കണക്കാക്കുന്നത് കേട്ടോ. അതുപോലെ ഇനിയിപ്പം ഇവിടെ വന്നിട്ടുള്ള ഒരു ട്രാവലർ, ഒരു വിദേശിയാണെങ്കിലും ഇന്ത്യക്കുള്ളിൽ വെച്ച് സംഭവിക്കുന്നതിന് ഇന്ത്യയിലെ നിയമമാണ് ബാധകം. അതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലും. അതുപോലെ ഇതെല്ലാം നിയമത്തിന്റെ മുന്നിൽ പേഴ്സൺ അതായത് വ്യക്തി എന്ന് ഇതിനകത്ത് ഉൾക്കൊള്ളും. പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനം മാത്രമല്ല, സംസ്ഥാനം പറയും. അതുപോലെ നമ്മുടെ പാർലമെന്റ് ഉണ്ടല്ലോ, പാർലമെന്റിന് പറയും, നിയമനിർമ്മാണ സഭ, അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, സർക്കാർ കമ്പനികൾ, ഇതൊക്കെ ഇതിന്റെ സ്റ്റേറ്റ് എന്ന പരിധിയിലാണ് വരിക. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറയും, ഇപ്പൊ നമ്മൾക്ക് ചോദിക്കും, ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ എല്ലാവരോടും നിയമം ഒരേപോലെ ആയിരിക്കണം. അപ്പോ നമുക്ക് എക്സാമ്പിൾ ചോദിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ആളുകളൊക്കെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് നിയമത്തിന് മുമ്പിൽ വലിയ പരിഗണനയാണെന്ന്. അങ്ങനെയൊന്നുമില്ല, അതിനുള്ള റീസൺ പറയാം. ഇതിനകത്ത് ഇപ്പൊ എല്ലാവരും സമന്മാരായിരിക്കണം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയണം. ഇപ്പൊ ഒരു കമ്പനിക്കകത്ത് ഒരു ലേഡിക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുകയാണ്. അതിന് റീസൺ ഉണ്ട്. മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നതിന് റീസൺ ഉണ്ട്. അത് പുരുഷന് കൊടുക്കാൻ പറ്റില്ല. മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് പുരുഷന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് സ്ത്രീക്ക് കൊടുക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതില് നമുക്ക് ഒരു എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നത് എന്ന് വ്യക്തമായിരിക്കണം. അപ്പോ ഷീസ് എന്താ പറയുക, ഒരു അമ്മയാവാൻ പോകുന്ന ഒരു സ്ത്രീ, ഒരു കുഞ്ഞിനെ വളർത്താൻ പോകുന്ന ഒരു സ്ത്രീ. അപ്പൊ അവർക്ക് അതിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലീവാണ് മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. മുൻപൊക്കെ മെഡിക്കൽ ലീവിന്റെ, ഞാൻ കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, മെഡിക്കൽ ലീവിന്റെ പരിധിയിലായിരുന്നു മെറ്റേണിറ്റി ലീവ് വരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. കാരണം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരാത്തത് കൊണ്ട് നമുക്ക് അതിനകത്ത് അറിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് അത് എന്താണ് നിയമത്തിന്റെ എയിം, നമുക്ക് നിയമത്തിന്റെ എയിമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അല്ലെ. അവർക്ക് സമത്വം വേണമെന്ന് പറയുന്ന സ്ത്രീക്ക് തന്നെ, അപ്പൊ സ്ത്രീക്ക് മെറ്റേണിറ്റി ലീവ് നിഷേധിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞിന് ആ ഇക്വാലിറ്റി നഷ്ടപ്പെടും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ലീവ്. അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ, പറഞ്ഞതാണ്. അതേപോലെ തന്നെ നമ്മുടെ നിയമപ്രകാരം SC/ST സംവരണമുണ്ട് അല്ലെ. SC/ST സംവരണം, ഈ SC/ST സംവരണം എന്ന് പറയുന്നതും ഇതാണ്, ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ്. നിയമത്തിന് മുമ്പിൽ ഒരേപോലെ ആളുകൾ വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ സംവരണം വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് അത് 14ന്റെ ലംഘനം ആവില്ല ഒരിക്കലും, സംവരണം ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. കാരണം പെട്ടെന്ന് ചോദിക്കാൻ പറ്റിയിട്ടുള്ള 2 എക്സാമ്പിൾസ് ആയതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ്. അപ്പൊ 14 ഞാൻ ചുരുക്കി പറയാണ്. 14 ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർട്ടിക്കിൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 14 ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർട്ടിക്കിൾ 19 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 19. ഈ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് വായിക്കാം.
പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൺ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സെട്ര. ഇതിനകത്ത് അനുച്ഛേദനങ്ങളുണ്ട്, അത് ഞാൻ പറയാം. എല്ലാ സിറ്റിസൺസിനും വേണ്ട, അല്ലെങ്കിൽ ഒരുമിച്ച് ഞാൻ അങ്ങ് പറഞ്ഞതിന് ശേഷം വിശദമാക്കാമേ. ഇതിനകത്ത് അനുച്ഛേദനങ്ങൾ ഓൾ സിറ്റിസൺ ഷോൾ ഹാവ് ദ റൈറ്റ്, അതിന്റെ അനുച്ഛേദനം എ എന്ന് പറയുന്നത് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ്. ബി എന്ന് പറയുന്നത് ടു അസംബിൾ പീസബിളി ആൻഡ് വിതൗട്ട് ആംസ്. ഓക്കെ. സി എന്ന് പറയുന്നത് ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഡി എന്ന് പറയുന്നത് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതേപോലെ ഇപ്പൊ ഞാൻ ഡി വരെയല്ലേ പറഞ്ഞത്. ഓക്കെ. അപ്പോ എ ബി സി ഡി ഇ. ഇ എന്ന് പറയുന്നത് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ജി എന്ന് പറയുന്നത് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓൺ എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ കുറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ ഞാനിത് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദമാക്കി തരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും റൈറ്റ് ടു ഫ്രീഡം 19 എന്ന് പറയുന്നത്, അത് ആ ഫ്രീഡം എന്ന് പറയുന്നത് 6 ടൈപ്പ് ഓഫ് ഫ്രീഡം ആണ് പ്രത്യേകം പറയുന്നത്. ഒന്ന് നമ്മൾ എടുത്തു കളഞ്ഞ, അത് ഞാൻ പറഞ്ഞുതരാം. ഇതില് നമുക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 19(1) അനുച്ഛേദം എ എന്ന് പറയുന്നത് വാക്കിന്റെയും പ്രകടനത്തിന്റെയും സ്വാതന്ത്ര്യം. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇതിനകത്ത് നമുക്ക് വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, നമുക്ക് സംസാരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്, സ്പീച്ച് പ്രസംഗിക്കാനുള്ള ഫ്രീഡം ഉണ്ട്, എഴുതാനുള്ള ഫ്രീഡം ഉണ്ട്, പത്രം നടത്താനുള്ള ഫ്രീഡം ഉണ്ട്. അതിൽ വേറൊരു കാര്യമുണ്ട് പത്രം നടത്താനുള്ള ഫ്രീഡത്തിൽ, അത് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ പറയാം. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനുള്ള ഫ്രീഡം ഉണ്ട്. ഇതൊക്കെ എവിടെ വരെ എന്നുകൂടി നോക്കാം. നമ്മുടെ നാടിനെ, അതായത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ, അതുപോലെ നമ്മുടെ മതവികാരം, ഇതൊന്നും വ്രണപ്പെടുത്താൻ പാടില്ല. ഇതിന്റെ കൂടെ വേറെയും കൂടെ ഉണ്ട്, അതോടെ ഞാൻ പറയാം. പക്ഷെ അത് എയിൽ പെടില്ല. അത് വരുന്നത് എവിടെയാന്ന് ഞാൻ പറയാം. ഇനി അനുച്ഛേദം ബി വരുന്നത് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി. അതായത് നമുക്ക് സമാധാനപരമായിട്ട് കൂട്ടം കൂടാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അതായത് നമ്മൾക്ക് പ്രതിഷേധം നടത്താം, എന്തെങ്കിലും ഒരു കാര്യത്തോടുള്ള പ്രതിഷേധം നടത്താം, മീറ്റിങ്ങുകൾ നടത്താം, റാലി നടത്താം. പക്ഷേ ഇതിനകത്തുള്ള കാര്യം, ആയുധമില്ലാതെ ആയിരിക്കണം നമ്മൾ ഇത് നടത്തുന്നത്. അതുപോലെ സമാധാനപരമായിട്ടായിരിക്കണം. അക്രമം വെച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയെ അല്ല. ഭരണഘടനയിൽ എടുത്തു പറയുന്നതാണ്. ഇനി അടുത്തതാണ് സി. നമുക്ക് ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ്. അതായത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാം, കമ്പനികൾ ഉണ്ടാക്കാം, NGO-കൾ ഉണ്ടാക്കാം, ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കാം. നമുക്കൊരു ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ചേർത്തിട്ട് ഒരു അസോസിയേഷൻ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ എന്താണ്, അപ്പൊ എക്സാമ്പിൾ പറയാം, സിനിമാ നടന്മാരുടെ അസോസിയേഷൻ ആണ് അമ്മ, അല്ലെ? അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ ചേർത്തിട്ട് ഒരു അസോസിയേഷൻ, ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാം. ഇതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇനി ഡി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാർക്കും തടുക്കാൻ പറ്റില്ല. ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ പെടുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും, അതുപോലെ നമുക്ക് ഇന്ത്യയിൽ പെടുന്ന ദ്വീപുകളായ ലക്ഷദ്വീപ്, ആൻഡമാൻ, അങ്ങനെ എല്ലായിടത്തും നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി അനുച്ഛേദം ഇ എന്ന് പറയുന്നത് ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ട്. നമ്മളിപ്പോ നമ്മള് കേരളത്തില് ഒരു ഒരു വില്ലേജിന്റെ പേര് പറഞ്ഞാൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയും, പാല എന്ന് പറഞ്ഞ ഒരു വില്ലേജിൽ ജനിച്ച ഒരാളാണെങ്കിൽ പാലയിൽ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ എന്നില്ല. അല്ലെങ്കിൽ കോട്ടയം മാത്രമേ താമസിക്കാവൂ, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമേ താമസിക്കാവുന്നില്ല. അങ്ങേർക്ക് പോയി കാശ്മീരിലും താമസിക്കാം, അതിന് റിസൈഡ് ആൻഡ് സെറ്റിൽ, അവിടെ സ്ഥിരതാമസമാക്കാം. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി താമസിക്കാം, മഹാരാഷ്ട്രയിൽ പോയി താമസിക്കാം, എവിടെ വേണമെങ്കിലും, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ പോയി താമസിക്കാം. എവിടെ വേണമെങ്കിലും താമസിക്കാനും വീട് വെച്ച് താമസിക്കാൻ, വെറുതെ താമസിക്കാനല്ല, വീട് വെച്ച് താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
പിന്നെ ഇതിന്റെ അനുച്ഛേദം F എന്ന് പറയുന്നത് ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ, ക്യാരി ഓൺ എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ, ഇഷ്ടമുള്ള ബിസിനസ്, ഏത് പ്രൊഫഷൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഡോക്ടർ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ചായക്കട നടത്താം, അതല്ലെങ്കിൽ നമുക്ക് ഒരു എന്താണ് ഒരു ഒരു ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി ഇപ്പോ ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ സിനിമ അഭിനയം നടത്താം, മോഡലിംഗ് നടത്താം, അതുപോലെ എന്താണ് നമുക്കിപ്പോ ഒരു റിയാലിറ്റി ഷോ നടത്തണം, അപ്പൊ അത് നടത്താം. അങ്ങനെ എന്ത് ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് നമുക്ക്. അപ്പൊ ഇതിനകത്ത് വീണ്ടും ഈ ജിക്കകത്ത് ഒന്നെന്ന് പറഞ്ഞൊരു പാർട്ട് കൂടി ഉണ്ടായിരുന്നു, സ്വത്ത് കൈവശം വെക്കാനുള്ള സ്വാതന്ത്ര്യം. അത് നമ്മുടെ 1978 44-ാം ഭരണഘടനാ ഭേദഗതി വരെ അത് എടുത്തു കളഞ്ഞു. ഓക്കെ, ഇനി ഇതിനൊക്കെ ഒരു കൺട്രോളിങ് കൂടെയുണ്ട് ഇതിന്. അതായത് നമുക്കിത് കൺട്രോൾ ചെയ്യാം. ഈ 19 എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ നിയമത്തിന് കൺട്രോൾ ചെയ്യാനുള്ള ഇത് എവിടേക്കാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും ഇതിനെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തടയാനുള്ള അവകാശമുണ്ട്. നമുക്കല്ല, നിയമത്തിന്. നമുക്ക് തടയാൻ അവകാശമില്ല, നിയമത്തിന്. അതുപോലെ രാജ്യസുരക്ഷയെ ബാധിക്കുമെങ്കിൽ, ദെൻ പൊതുക്രമത്തെ ബാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയുക, എനിക്കതിന്റെ വിശദമായിട്ട് പറയാൻ അറിയില്ല. പൊതുക്രമത്തെ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണല്ലേ. അപ്പൊ അങ്ങനെയുള്ളത്, അതുപോലെ നമ്മൾ ഒരു ആശുപത്രിയിലേക്ക് പോകുന്ന ആശുപത്രി സംവിധാനങ്ങൾ, ഇതൊക്കെ പൊതുക്രമത്തിൽ വരുന്നതാണ്. അപ്പൊ അതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെ നമുക്ക് തടയാം. നമ്മളല്ല, വീണ്ടും പറയുന്നു, നിയമത്തിന് തടയാം. പിന്നെ മാന്യത, സദാചാരം, അതായത് നമ്മുടെ മാന്യത ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ, നമ്മുടെ സദാചാരം ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ നിയമം കൊണ്ട് അത് തടയാം. കോടതി അപമാനം, ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, മാനഹാനി, കുറ്റകൃത്യത്തിന് പ്രേരണ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിയമത്തിന് ഇതെല്ലാം തടയാം. അപ്പോ ഇതിനിപ്പോ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ, നമ്മള് ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ എന്താണ്, നമുക്ക് സംസാരിക്കാനും യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ട് വേറൊരാളുടെ അവകാശം അവിടുന്ന് പോവുകയാണെന്ന് വിചാരിക്കാം. വേറൊരാളുടെ അവകാശം പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് വേറൊരാളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വേറൊരാളുടെ അവകാശം അവിടുന്ന് പോവുകയാണെങ്കിൽ അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടായിരിക്കരുത്. അത് സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നുകൊണ്ടോ, പ്രസിദ്ധീകരണങ്ങൾ കൊണ്ടോ ഒന്നുകൊണ്ടോ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ആവരുത്. അപ്പോ നിങ്ങൾ ആർട്ടിക്കിൾ 14-ഉം 19-ഉം കൂട്ടി വായിക്കുക. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കൂടിയുണ്ട്. ഈ 3 ആർട്ടിക്കിൾ കൂടി കൂട്ടി വായിക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കാം, എന്നാലും നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ആർട്ടിക്കിൾ 21. ഈ ആർട്ടിക്കിൾ 21 ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം. അതായത് ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ no person shall be deprived of his life or personal liberty except according to procedure established by law. എന്ന് പറഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന നടപടിക്രമം അനുസരിച്ചല്ലാതെ ഒരു വ്യക്തിയെയും ജീവിക്കാനുള്ള അവകാശത്തിൽ നിന്നോ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്നോ വിലക്കാൻ പാടില്ല. ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്, ഇതിലെ മെയിൻ ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാം. മാന്യമായിട്ടുള്ള ജീവിതം, ഒരാൾക്ക് മാന്യമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാന്യതയല്ല. അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നത് വീട്, വെള്ളം, ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ആ അടിസ്ഥാന ആവശ്യങ്ങളാണ് മാന്യമായ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് വിദ്യാഭ്യാസം. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന രാജ്യമാണ് നമ്മുടേത്. അപ്പൊ ആ വിദ്യാഭ്യാസത്തിനുള്ള
റൈറ്റ്. ഓക്കെ. ദെൻ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മളെ സർക്കാർ ആശുപത്രിയിൽ പദവി നോക്കാതെ ഏറ്റവും താഴ്ന്നവനും ഏറ്റവും ഉയർന്നവനും ചികിത്സിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ വൃത്തിയുള്ള പരിസ്ഥിതി, നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി ഏറ്റവും വൃത്തിയായിരിക്കാനുള്ള ഒരു റൈറ്റ്. പിന്നെ ഉറക്കത്തിനുള്ള സ്വാതന്ത്ര്യം, വിശ്രമത്തിനുള്ള സ്വാതന്ത്ര്യം, അന്തസ്സോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അന്തസ്സോടെ ജീവിക്കാന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അന്തസ്സല്ല, നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമ്മുടെ അന്തസ്സോടെ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരു അവകാശം. അതൊക്കെ പിന്നെ വിശദമാക്കാം കേട്ടോ, കാരണം ഇതിനകത്ത് പറയാനല്ല, ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ടല്ലോ. പിന്നെ നിയമത്തിന് മുമ്പിൽ വേഗത്തിലുള്ള വിചാരണ. പണവും പദവിയുള്ളവർക്ക് പെട്ടെന്ന് വിചാരണയും അതില്ലാത്തവർക്ക് സാവധാനത്തിലുള്ള വിചാരണയും എന്ന് നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല. വേഗത്തിലുള്ള വിചാരണ. അതുപോലെ ഇനി ഇതിന്റെ ഇതിപ്പോ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ, ഇതിന്റെ രണ്ടാമത്തെ അനുച്ഛേദം എന്ന് പറയുന്നത് പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം. ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിശദമായിട്ട് കേൾക്കണം. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെയും തീരുമാനത്തിന്റെയും മേൽ നമുക്കാണ് നിയന്ത്രണം. അതായത് നിയമം അനുശാസിക്കുന്ന വിധത്തിലായിരിക്കണം എന്ന് മാത്രം. നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ ഡിസിഷന്റെയും മേലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ നമുക്ക് മാത്രമാണ്. അതായത് നീ ആ കാര്യം ചെയ്യരുത്. അതായത് നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരാൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നീ അഭിനയിക്കാൻ പാടില്ല, നീ അഭിനയിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നതാണ് എന്ത്? നിയമലംഘനം. കാരണം അയാളുടെ അന്തസ്സോടെയുള്ള ജീവിതമാണത്, അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണത്, അയാൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പോ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അവരത് ചെയ്തു എന്ന് ചുമ്മാ പറഞ്ഞിട്ട് പോലീസിനെ പിടിച്ചു കൊണ്ടുപോകാനും പറ്റില്ല. അതിനും വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണം. അതിനും വിശദമാക്കാനുണ്ട്. ദെൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചൊരു കുറ്റവാളിയാണ്, അതിനുകൊണ്ട് നടപടിക്രമം അല്ലേ? ചുമ്മാ കൊണ്ടുപോയിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊണ്ടുപോയി തൂക്കിലേറ്റാൻ പറ്റില്ല, നമുക്കറിയാം. അപ്പൊ അതാണ് അതിന്റെ കാരണം. ഇനി ഇതിനകത്ത് ആർട്ടിക്കിൾ 21 വലുതാവാനുള്ള കുറച്ച് കാര്യങ്ങൾ 1978 മേനകാ ഗാന്ധി കേസ്, അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എനിക്ക് തോന്നുന്നു 86 ഭേദഗതിയിലാണ് വന്നതെന്ന് തോന്നുന്നു. അതൊക്കെ അവിടെ നിൽക്കുക, അത് നമ്മളെ ഇപ്പൊ ബാധിക്കുന്ന കാര്യമല്ല. ദെൻ ആർട്ടിക്കിൾ 21A സൗജന്യ വിദ്യാഭ്യാസം പറഞ്ഞല്ലോ അല്ലെ, നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി വിദ്യാഭ്യാസ അവകാശം പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ കൂട്ടി വായിക്കുന്നത്, നമ്മൾ കൺക്ലൂഡ് ചെയ്യാം, കൂട്ടി വായിക്കുന്നത് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എല്ലാവരും നിയമത്തിന് മുമ്പിൽ ഒന്നാണ്, സമത്വം. ഇതാണ് ആർട്ടിക്കിൾ 14. സോറി കേട്ടോ, ഞാൻ എങ്ങനെ ആക്കിയപ്പോ ആയി പോയതാണ്, ഒന്നും വിചാരിക്കല്ലേ. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19 സംസാരിക്കാനും സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. അതായത് സമത്വം, സ്വാതന്ത്ര്യം, ജീവിതം, ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ്. 14 എന്ന് പറയുന്നത് സമത്വമാണ്, 19 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, 21 എന്ന് പറയുന്നത് മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം. എന്റെ മാന്യതയല്ല നിങ്ങളുടെ മാന്യത, നിങ്ങളുടെ മാന്യതയല്ല മറ്റൊരാളുടെ മാന്യത, അത് ഓർക്കണം. മാന്യമായി ജീവിക്കാനുള്ള അവകാശം, മാന്യത എന്നതുകൊണ്ട് ഭരണഘടനയിലുള്ളത് നമ്മൾ പറഞ്ഞു. വീട്, ഭക്ഷണം, വെള്ളം, വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് മാന്യതയിൽ വരുന്നത്, ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ എന്താണ്, ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19 വാക്കിന്റെയും അത് നമുക്ക് സംസാരിക്കാനുള്ളതും പ്രസംഗിക്കാനുള്ളതും നമുക്ക് പ്രകടനത്തിനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ആർട്ടിക്കിൾ 19 രണ്ടാമത്തേതിൽ തന്നെ പറയുന്ന അതിന്റെ നിയന്ത്രണങ്ങൾ. ഓക്കെ. അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഡിഫമേഷൻ, മാനഹാനി. എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്ന വിധത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അത് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് തെറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആരോപിക്കുന്ന ഞാനല്ല. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ മാനഹാനി, നിങ്ങളുടെ സംസാരത്തിൽ മാനഹാനി വന്നു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 19 ആണ് ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതിന്റെ പേരിൽ എന്താണ്, സംസാര സ്വാതന്ത്ര്യം ബാധകമാവാതെ നിങ്ങളുടെ പേരിൽ ഡിഫമേഷൻ വരും. അത് കേസെടുക്കാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. അതായത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞാൽ, ഒരാളെ കുറിച്ച്
കള്ളം പറഞ്ഞോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിയോ ചീത്ത പറഞ്ഞോ അസഭ്യം പറഞ്ഞോ ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു സർക്കാരിന്റെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് സർവീസ് വന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാം, എന്താണ്, ഈ സർക്കാരിന്റെ ഈ പോളിസി ശരിയായിട്ടില്ല, ഈ പ്രിയദർശിനി എന്നാണല്ലോ അതിന്റെ പേര്, പ്രിയദർശിനി പദ്ധതി ശരിയായിട്ടില്ല, അതൊന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ പദ്ധതി കൊണ്ടുവന്ന മന്ത്രി കള്ളനാണ്, അല്ലെങ്കിൽ അയാളെ കുറച്ച് ചീത്ത വാക്കുകൾ, ഞാൻ മന്ത്രി കള്ളനാന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അങ്ങനെ ചീത്ത വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല നിയമത്തിന്. അതെന്താണ്, മാനഹാനിയാണ്. അത് IPC പ്രകാരവും BNS പ്രകാരവും ഒക്കെ ശിക്ഷ വരാവുന്ന വകുപ്പുകൾ അതിലുണ്ട്. പക്ഷെ എന്താണ്, അത് നിയമ ശിക്ഷാവിധികളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത സന്ധ്യയിൽ സംസാരിക്കാം. അപ്പൊ എന്താണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ എന്താണ്, മറ്റൊരാളുടെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അന്തസ് കെടുത്തിയോ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 പ്രകാരം ഇല്ല. അപ്പൊ നമ്മൾ എപ്പോ ചോദിച്ചു വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിലും, ആരോട് ഉത്തരം പറയുവാണെന്നുണ്ടെങ്കിലും, ആരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ പത്രപ്രവർത്തനം നടത്തുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ 3 കാര്യങ്ങൾ കൂട്ടി വായിക്കണം. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. മെയിൻ ആയിട്ടുള്ള 3 എണ്ണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ ഇത്രയുമാണ് ഞാനിപ്പോ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാം. അതായത് ഇതിന്റെ ശിക്ഷാവിധികൾ, ഇപ്പൊ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുമൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.